നമ്മൾ എവിടെ വേണമെങ്കിലും പോകാം, സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഒരു വിളിക്കാത്ത നമ്മൾ ഇവിടെ വന്നിരിക്കണം, ആ വിളിയിൽ എത്തിയിരിക്കണം. നിങ്ങൾക്ക് മനസ്സിലായേ? കുടുംബത്തിലെ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെയോ അപ്പൻ്റെയോ ആരുടെയും ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ആ സമയത്ത് ഇവിടെ എത്തിയിരിക്കണം. അതുവരെ നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം. അങ്ങനെ സ്വാതന്ത്ര്യമൊക്കെ കൊണ്ട് ഞങ്ങൾ കൊച്ചുനാളിൽ എവിടെയെല്ലാം പോകുമെന്നറിയാം. ഒരുപാട് സ്ഥലങ്ങളിൽ പോയി നമ്മൾ നല്ല രീതിയിൽ സ്വാതന്ത്ര്യമായിട്ട് ജീവിച്ചവർ തന്നെ. പക്ഷെ ഒരു കാര്യമുണ്ട്, അവർക്കറിയാം ഒരു പരിധി വരെ അവർ വിടുകയുള്ളൂ. ഒരു വിളിച്ചാൽ എത്തിയിരിക്കണം എന്ന് പറഞ്ഞാൽ ആ പരിസരത്ത് കാണാവൂ, അതിനപ്പുറത്ത് പോകരുത്. അതാണ് അവരുടെ ലക്ഷ്യം. എനിക്ക് മനസ്സിലായില്ലേ? സ്വാതന്ത്ര്യമൊക്കെ കൊണ്ട് കാര്യമൊക്കെ ശരിയാണ്. ഒരു വിളിച്ചാൽ എത്താണെന്നൊക്കെ ദൂരത്തിലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങാവും. അച്ഛൻ ഒരു വിളിച്ചാൽ നമ്മളിവിടെ എത്തിയിരിക്കണം, ആ വിളി കേട്ടിരിക്കണം, ഞാൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കണം. എങ്കിലേ അവർക്ക് സമാധാനമുള്ളൂ, നമുക്കും സ്വാതന്ത്ര്യമുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെയാണ് അന്നത്തെ കാലങ്ങളിൽ നമ്മൾ ജീവിച്ചത്. പക്ഷെ ഇന്നത് ഇല്ല. ഇന്ന് വീണ്ടും നമ്മൾ ആ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കണം. അല്ലാതെ ചുമ്മാ ഇന്ന് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ 20 വയസ്സ് വരെ പിള്ളേരുകളെയും 20-22 വയസ്സ് വരെ പിള്ളേർ അത് വീണ്ടും പഠിപ്പിക്കാൻ വിടും. 20 വയസ്സ് വരെ പഠിപ്പിക്കാനും വിടും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഒരു വക ഇവർ ചെയ്യിപ്പിക്കില്ല. സ്വന്തം കാര്യം ഒരു കാര്യം അവർ ചെയ്യിപ്പിക്കില്ല. എല്ലാം അമ്മ അച്ഛനും ചെയ്തു കൊടുക്കും. അത് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. കാരണം നമ്മൾ ആരായാലും ശരി സ്വന്തം കാര്യം ചെയ്യിപ്പിക്കുക. അത് ആണായാലും പെണ്ണായാലും രണ്ടുപേരും പഠിച്ചിരിക്കണം. പഠിച്ചിരുന്നാൽ മാത്രമേ, വിദ്യാഭ്യാസം പഠിക്കുന്നത് ഒരു ഭാഗമാണെങ്കിൽ ജീവിതം അതേ കണക്ക് പകുതി പങ്ക് നമ്മൾ ജീവിതത്തിൽ കാണിക്കണം. എങ്കിലേ നമ്മൾ ജീവിക്കാൻ കഴിയുള്ളൂ. അത്രയ്ക്ക് സത്യസന്ധത നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മളെ മക്കളെടുത്ത്